ഇതെന്റെ ശരീരവും രക്തവുമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. സോ ബോയ്സ്, യെസ്. ഇന്ന് നമ്മളുടെ +2 റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് നമ്മളെല്ലാവരും റിസൾട്ട് നോക്കുന്നു. തോറ്റാലും ജയിച്ചാലും നമ്മൾ അടിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ? അപ്പൊ ഷാനു പണി തുടങ്ങിക്കോ. ഷിഫാസ് അഹമ്മദ് 650 113. ഓക്കെ, അപ്പോ ഷിഫാസ് അലി 650 118. ഡേവിഡ് ജോൺ 680 111. പൊട്ടിയാ? ജോജോ ജോൺസൺ റോൾ നമ്പർ 650 അറിയോ? 115. എന്താടാ? ഒന്നുകൂടി നോക്കി. വേടാ അടിച്ചേ. അപ്പൊ അടി. നോക്കാല്ലേ? എന്നാ പിന്നെ സമയം കളയണ്ട, അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാ സമാധാനത്തിലിരുന്ന് അടിക്കാം. ഞാനേ ഇന്ന് അടിക്കുന്നില്ല. അതെന്ത് പറ്റി? എന്താ അടിക്കാത്ത? അല്ല, ജയിച്ചാലും തോറ്റാലും അടിക്കാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ജയിച്ചു. ഞാനേ ഒന്ന് വീട്ടിൽ പോയിട്ടില്ല. വാപ്പയമ്മൊക്കെ വന്നിണ്ടാവുമല്ലോ. അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും. അപ്പൊ ഞാൻ വൈകിട്ട് തന്നെ വീട്ടിലേക്ക് വരാം. എന്ത് കാര്യത്തിന്? അവിടുന്ന് അടിക്കാം. അപ്പൊ ശരി. അതെ, ഷർട്ട് ഇട്ടു. നീ കൊടുക്കുന്ന പറ്റില്ല എഴുതിക്കോ. ആരുടെ വീട്ടില്? നിന്റെ എന്ത് മൈൻഡല്ലേ അവന്റെ? ജയിച്ചാലും തോറ്റാലും ഒരുമിച്ച് വന്നിരുന്ന് അടിച്ച് ഹാപ്പി ആവുന്നു പറഞ്ഞവനാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാ ഷാനുവിന് പണി കിട്ടും, ഉറപ്പായിട്ടും അവന് പണി കിട്ടും. അതെ, അവന് പണി കിട്ടും. അവൻ ജയിച്ച് അല്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ തീറ്റിരിക്കും. പൊന്നളിയമ്മായി അനാവശ്യം ഓർത്താനൊക്കെ എന്തിനാണ് ഇതിങ്ങ എടുക്കുക? അടിച്ചു തീർത്താ പോരെ? എന്നാലും എവിടെയാണളിയാ നമുക്ക് പാളിയത്? വിദ്യാഭ്യാസ രീതിയെ ശരിയല്ലടാ. സത്യം സത്യം. വിദ്യാഭ്യാസത്തിലല്ല, നല്ല ഇന്റർനാഷണൽ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം. മനസ്സിലായ? അല്ല, അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യൂടാ? നമുക്കൊരു കുപ്പി കള്ള് പറഞ്ഞാലോ? പൈസ ഉണ്ടാ? ചേട്ടാ, രണ്ടോളം കള്ള്. ഞാൻ വീട്ടിൽ എങ്ങനെ കയറുന്നാടാ ഞാൻ ആലോചിക്കുന്നത്. +2 ജയിക്കുന്നു മമ്മിനോട് വെല്ലുവിളിച്ചിട്ടൊക്കെ ഇറങ്ങിയ. നീ എന്റെ വീട്ടിൽ പോരെ. അപ്പൊ നീ എവിടെ പോവും? എവിടെ പോരാടാ?